90,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 90,000 രൂപക്ക്. 90,000 ആവശ്യമില്ല. ഒരു റീപ്ലേസ് ഗ്ലാസോ ഡോറോ ബോണ്ടോ ഡിക്കിയോ ഒന്നും റീപ്ലേസ് ഇല്ല. ടു സെറ്റ് ഈ ഫെബ്രുവരി കമ്പനി സർവീസുള്ള വാഹനം. സിംഗിൾ ഓൺഷിപ്പ്. അതും ഒരു രൂപ വേണ്ട, ഫുള്ള് ലോൺ ചെയ്ത് തരാം. ഓട്ടോമാറ്റിക്കല് ഫുള്ള് ലോൺ, ഒരു രൂപ മുടക്കാതെ ഒരു ഓട്ടോമാറ്റിക് വാഹനം കൊടുക്കാൻ പറ്റും. പുതിയ വാഹനത്തിന്റെ സെയിം ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഫുൾ ലോൺ, അതിൽ ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. ഒരു 700 ലെവലിൽ സിബിൽ സ്കോർ ഒക്കെ ഉള്ളതാണെങ്കിൽ ഒരു 90% നമുക്ക് ലോൺ ചെയ്യാം. ഒരു 85,000 രൂപ അടച്ച് നമുക്ക് ഇറക്കാൻ പറ്റും. ഫുള്ള് ലോണിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. വെറും 9% ഇൻട്രസ്റ്റ് വരുള്ളൂ. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം. ഡിയർ ഫ്രണ്ട്സ്, കാർ എന്നുള്ള ആഗ്രഹം EMI അടക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാഷ് ബാക്കിലും അതേപോലെ തന്നെ നമുക്ക് ഫുൾ ലോണിലൊക്കെ ഒരു കിഡ്ലൻ കളക്ഷനൊക്കെ ആയിട്ടുള്ള ഒരു ഗംഭീര വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. RB മോട്ടോഴ്സിലാണ്. ഏകദേശം 100-ഓളം വാഹനങ്ങളുണ്ട്. സോ സമീർക്കാണ് കൂടെ ഉള്ളത്. സമീർക്ക, നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ പൊളിക്കാൻ തീരുമാനിച്ചു അല്ലേ? ഓഫർ പ്രൈസിന് ഒരുപാട് വാഹനങ്ങൾ. അതിന് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലീഡിംഗ് ബ്രാൻഡിന്റെ SUV-കളാകട്ടെ ചെറുവാഹനങ്ങളാകട്ടെ ഏകദേശം 100-100-ഓളം വാഹനങ്ങൾ. 13 മോഡൽ ബെൻസ്, അതും നമ്പർ ആയ വാഹനം. ഈ ഒരു വാഹനക്ക് 7,99,000 രൂപക്ക് കേരളത്തിൽ വേറെ ഒരു പ്രൈസിന് ബെൻസ് ആണ് കൊണ്ടോട്ടെ. 13 C-ക്ലാസ് 220 പനോരമിക് സൺറൂഫ് ഡുവൽ സൺറൂഫ് ഒക്കെ ഉള്ള വാഹനം വെറും 7,99,000 കൊടുക്കാൻ പറ്റും. ഓഫർ റേറ്റ്. ഈ ഒരു പ്രൈസിന് വേറൊരു വണ്ടി കിട്ടൂല. അപ്പൊ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ അടക്കം ഗംഭീര കളക്ഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ സമീർക്ക, നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ റോട്ടിൽ 2 കിലോമീറ്റർ മാറി ഒരു പുളിയക്കോട് റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മളെ ഊട്ടി റോഡാണ്, ഊട്ടി ടു തൃശ്ശൂർ റോഡ്. അതായത് നമ്മൾ പെരിന്തൽമണ്ണ ടു ഊട്ടി റോഡ്, അതായത് സെയിം പെരിന്തൽമണ്ണ തൃശ്ശൂരത്തേക്ക് വരുന്ന ഊട്ടി റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. തീർച്ചയായിട്ടും അറിയാം. അപ്പൊ ഓഫർ റേറ്റിലാണ് എല്ലാ വാഹനവും. 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഇന്നോവ ക്രിസ്റ്റ ഒക്കെ നിങ്ങൾക്ക് വെറും 12.5 ലക്ഷം രൂപക്ക്. ഇന്നോവ ക്രിസ്റ്റ 19 റീപ്ലേസ് ഉള്ളതോ അല്ലെങ്കിൽ ടോട്ടൽ ലോസ് ഉള്ളതൊന്നുമല്ല, ഫുൾ കമ്പനി ഹിസ്റ്ററിയുള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനം. അപ്പൊ നമ്മൾ പൊളി കളക്ഷൻ ആയിട്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കിഡ്ലൻ വാഹനത്തിൽ തന്നെ ആയിക്കോട്ടെ. കാരണം നമുക്ക് ഇലക്ട്രിക് ഒക്കെ വാഹനം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇപ്പോ ഇലക്ട്രിക് ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിന്റെ ബാറ്ററി റീപ്ലേസിങ്ങിനൊക്കെ ഒരു വണ്ടിയുടെ പകുതി എമൗണ്ട് ചെലവാണ്. ഇതൊക്കെ 7 വർഷം കമ്പനി തന്നെ വാറണ്ടി ഉള്ള വാഹനം, 6 ലക്ഷം രൂപ വിലക്കുറവിൽ. ഒരു കൊല്ലമായിട്ടുള്ള വാഹനം 6 ലക്ഷം. അതും മാരുതിയുടെ ബ്രാൻഡ് വരുന്ന വാഹനം ഒരിക്കലും ഈ ഒരു പ്രൈസിന് കുറച്ചിട്ട് എവിടുന്ന് കിട്ടില്ല. നിങ്ങൾക്കറിയാം, മാരുതിയുടെ ഒക്കെ വാഹനം എടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു 2 കൊല്ലം കഴിഞ്ഞു കൊടുത്താലും ആ ഒരു പ്രൈസ് അതേ പ്രൈസ് കിട്ടും. പേടിക്കാനുമില്ല. കാരണം ഇതൊക്കെ ഡിസൈൻ ചെയ്തതില് ടൊയോട്ടക്കും നല്ലൊരു പങ്കുണ്ട്. അതെ, ഇതിന്റെ കമ്പനി പുതിയത് ടൊയോട്ട ഇറക്കുമ്പോൾ 29 ലക്ഷം. ഇന്ന് ഈ മാരുതിയുടെ വാഹനം ഇന്ന് ഷോറൂമിൽ നിന്ന് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ആൽഫ പ്ലസ് വാഹനം ഇറക്കണമെന്നുണ്ടെങ്കിൽ 26,43,000 രൂപ ഇന്ന് വിലയുള്ള വാഹനം നമുക്ക് 6 ലക്ഷം രൂപ വിലക്കുറവിൽ, അതും റീപ്ലേസ് ഒന്നും വാഹനത്തിലില്ല, കമ്പനി വാറണ്ടി എല്ലാം വരുന്ന സ്ട്രോങ് ഹൈബ്രിഡിൽ വരുന്ന 28 കിലോമീറ്റർ. അതായത് ഒരു ബൈക്ക് കൊണ്ടുനടക്കുന്ന പോലെ കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എന്താ വെച്ചാൽ നമുക്ക് ഡെയിലി യൂസിന് അത്രയും മൈലേജ് കിട്ടും. സോ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുന്നതിനേക്കാൾ നമുക്ക് ഫിനാൻഷ്യലി നോക്കുമ്പോൾ ലാഭമാണ്. റീസെയിൽ വാല്യൂം കിട്ടും. ഈ ഒരു ഓഫർ റേറ്റ് വേറെ ഒരു സമയത്ത് കിട്ടും എന്ന് ചോദിക്കരുത്. കാരണം ഈ ഒരു വണ്ടിക്ക് മാത്രമേ ഈ ഒരു പ്രൈസ് ഉള്ളൂ. പനോരമിക് സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ, ഏറ്റവും ടോപ്പ് അത് ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ സ്ട്രോങ് ഹൈബ്രിഡ്, 360 ക്യാം, ഹെഡ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും കൂടിയ വേരിയന്റ്. അത് ഫ്രണ്ടും ബാക്കൊക്കെ ക്യാമറ വരും. കമ്പനി വാറണ്ടി 7 വർഷം. പിന്നെ എന്തിനാ പേടിക്കണേ? ഒരു ടെൻഷനില്ല. ഒരു റീപ്ലേസ് ഗ്ലാസോ ഡോറോ ബോണ്ടോ ഡിക്കിയോ ഒന്നും റീപ്ലേസ് ഇല്ല. ടു സെറ്റ് ഈ ഫെബ്രുവരി കമ്പനി സർവീസുള്ള വാഹനം. സിംഗിൾ ഓൺഷിപ്പ്. അതും ഒരു രൂപ വേണ്ട, ഫുള്ള് ലോൺ ചെയ്ത് തരാം. 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കം ചെയ്യാം. 21 രൂപയാണ് വണ്ടിക്ക് റേറ്റ് ഇട്ടേക്കുന്നത്. നിങ്ങൾ ഡയറക്റ്റ് വന്നോളി. ഇനിയും കസ്റ്റമറായി നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചു തരും. അത് നിങ്ങൾക്കുള്ള ഒരു ഓഫർ ആട്ടോ, പ്രത്യേകിച്ച് ഒരു ഓഫർ. കാരണം എല്ലാ വാഹനവും 24 വണ്ടിയൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വിൽക്കുന്നത് 22.5, 23 റേഞ്ചിലൊക്കെയാണ് മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഫുൾ കമ്പനി സർവീസ് പോയിട്ടുള്ള വാഹനം. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 60 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസാണ്. അടുത്താണ് ഒരു കിഡ്ലൻ വണ്ടി. US ബ്രാൻഡില് 2 കിഡ്ലൻ കോമ്പസുകൾ ഉണ്ട്. ഒന്ന് സിൽവർ, ഒന്ന് വൈറ്റ്. അത് ഡുവൽ ടൂൺ ആണ്. അല്ല പൊളി വണ്ടി, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ. അതും സിംഗിൾ ഓണർഷിപ്പ്. 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് പ്ലസ് ഡുവൽ ടൂൺ വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഈ ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ അന്ന് ഏറ്റവും
ടോപ്പ് വേരിയന്റിൽ വരുന്ന ലിമിറ്റഡ് പ്ലസ് ആണ് ഈ വാഹനം. വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. ഒറ്റ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡീസലിൽ 18 കിലോമീറ്റർ ടു 15 കിലോമീറ്റർ മൈലേജും കിട്ടും. നിലവിലുള്ള സർവീസ് മൊത്തം ഷോറൂമിൽ നിന്നാണ്. ടയർ കണ്ടീഷൻ ഒക്കെ ഒരു 90% എല്ലാ ടയർ ഭാഗങ്ങളും ഉണ്ട്. റീപ്ലേസ്, അപാകതകളൊന്നും വാഹനത്തിലില്ല, ഫ്ലഡ് ഇല്ല. ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം 11.25 രൂപ നമ്മൾ റേറ്റ് ഇട്ടേക്കുന്ന 25,000 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 11.5 രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോണും ചെയ്യാം. ITR വേണം കേട്ടോ. 10 ലക്ഷത്തിന്റെ മുകളിലുള്ള വാഹനങ്ങൾ ലോൺ ചെയ്യണമെങ്കിൽ 10 ലക്ഷം വരെ നിങ്ങൾക്ക് ഒരു പ്രൊഫൈലിന്റെ ഇതിനും വേണ്ട. 10 ലക്ഷത്തിന്റെ മുകളിൽ ലോൺ ചെയ്യണമെങ്കിൽ ITR വേണം, ഇൻകം ടാക്സ് അടക്കുന്ന റിപ്പോർട്ട് വേണം. അല്ലാത്തതും കിട്ടും, പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇനി പുതിയ വാഹനം എടുക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർ പറയാ സെക്കൻഡ് വാഹനത്തിന് ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഒരിക്കലും നിങ്ങൾ പേടിക്കണ്ട. 7 വർഷത്തേക്കും നിങ്ങൾക്ക് കിട്ടും. പുതിയ വാഹനത്തിന്റെ സെയിം ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് സെക്കൻഡ് വാഹനങ്ങൾ, മോഡൽ കൂടിയ വാഹനങ്ങൾ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഫ്രീയും വേണ്ട. കുറവ് കിട്ടുന്നതിന് ആനുകൂല്യം നമുക്ക് പലിശ മൂലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഈ ഒരു വാഹനം 26,43,000 രൂപ ഇന്ന് വിലയുള്ള വാഹനം നിങ്ങൾ ഈ ലോൺ എടുക്കുമ്പോൾ, ഈ വാഹനം എടുത്ത് ലോണൊക്കെ അടച്ച് തീരുമ്പോൾ ചിലപ്പോൾ 35 ലക്ഷം രൂപൻ്റെ ഒക്കെ അടുത്ത് വില വന്നിട്ടുണ്ടാവും. ഇത് പേടിക്കേണ്ട. 21 ലക്ഷം രൂപക്ക് വണ്ടി എടുത്താലും നിങ്ങൾക്ക് സെയിം ഇൻട്രസ്റ്റിന് അതിലും കുറഞ്ഞ ഇൻട്രസ്റ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ബെനിഫിറ്റ് ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളതാണ് അർത്ഥം. അതെ. അടുത്ത തവണ ഞാൻ ഒരു കളർ ചേഞ്ച് സിൽവർ. ഇതെങ്ങനെയായിരുന്നു കോമ്പസ്? ഇതും 18-17 ലാസ്റ്റ് മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്, നമ്മളെ പേരിലോട്ട് മാറിയിട്ടുണ്ട്. വേറെ അപാകതകളോ റീപ്ലേസോ കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. 2017 1,09,000 കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനം. സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട്. അതും ഡീസലാണ്. ഒരു 15 കിലോമീറ്റർ മൈലേജും കിട്ടും. ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷനൽ, ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അതുപോലെ തന്നെ അടിപൊളി ഇന്റീരിയറും ഔട്ട്സൈഡും ഒക്കെ ഒരേ ക്വാളിറ്റി ഉള്ള വാഹനം. അത്രയും പക്ക നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. അതെ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് 10.90 വില ഇട്ടുള്ളത്. 10.5 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 10.5 ലക്ഷം രൂപയ്ക്ക് 10.5 ലക്ഷം രൂപ ലോൺ ചെയ്യാം, നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ. അടുത്ത തോന്നുന്നു മാരുതിന്റെ ഡീസൽ SUV നോക്കുന്നവർക്ക് ഇനി ഡീസൽ SUV ഏറ്റവും ഒരു കിട്ടുന്ന വണ്ടിയാണ് നമ്മളെ വിറ്റാർ ബ്രസ. അതെ. 2017 മോഡൽ ഡീസൽ ബ്രസ 6,25,000 രൂപക്ക് നമുക്ക് കൊടുക്കാം. അതും 6,20,000 റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. അതും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള വാഹനമാണ്. അതും ഫുള്ള് ലോണിൽ 1 രൂപ മുടക്കില്ലാതെ നല്ല അടിപൊളി ഫാൻസി നമ്പർ 7799 ഫാൻസി നമ്പർ, തിരൂരങ്ങാടി രജിസ്ട്രേഷൻ ആണ്. ഒരു ഗ്ലാസോ ഡോറോ ബോണ്ടോ ഒന്നും റീപ്ലേസ് ഇല്ല. VDA ഓപ്ഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് 4 ഡോർ വിൻഡോ, അടിപൊളി കമ്പനി തന്നെ ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡുവൽ എയർ ബാഗ്, ABS ബ്രേക്ക്, മിറർ, ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു വാഹനം നമുക്ക് 6,25,000 കൊടുക്കാൻ പറ്റും കേട്ടോ. മൈലേജ് ആണെങ്കിൽ 18-20 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് കിട്ടും. എത്ര വണ്ടി ഇറക്കാം? ഫുള്ള് ലോൺ, 1 രൂപ മുടക്കില്ലാതെ നമുക്ക് വണ്ടി ഇറക്കാം. അത് ഞാനൊരു കിടന്ന 7 സീറ്റർ ആണ്. മൈലേജ് പ്ലസ് നമുക്ക് കംഫർട്ട് കൂടിയുള്ള ഹോണ്ടയുടെ BRV. അതും നിങ്ങൾക്ക് ക്യാഷ് ബാക്കിൽ കൊടുക്കാൻ പറ്റും. KL 33 ചങ്ങനാശ്ശേരി രജിസ്ട്രേഷനാ വരുന്നത്. അതും എത്ര രൂപ ക്യാഷ് ബാക്ക് കൊടുക്കാൻ പറ്റും നമുക്ക്? 1.5 ലക്ഷം രൂപ ക്യാഷ് ബാക്ക്. 1.5 ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ ഈ 7 സീറ്റർ വണ്ടി ഇറക്കാം. അതും ഓട്ടോമാറ്റിക് CVT ഓട്ടോമാറ്റിക്. 85,000 കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ്. 24 ഡിസംബർ വരെയും കമ്പനി സർവീസ് ഹിസ്റ്ററി പോയിട്ടുള്ള 4 ടയറും ഒരു 90% മിച്ചിലിന്റെ ടയറും ഉണ്ട്. വേറെ മേജർ ആയിട്ടുള്ള കംപ്ലൈന്റുകളോ കാര്യങ്ങളൊന്നുമില്ല. 23 ഈ ഗ്ലാസ് കമ്പനിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. CVT കേട്ടോ, ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ വരുന്ന. അത് നമുക്ക് ഹിൽ അസിസ്റ്റന്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ലേഡീസിന് വരെ കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അതും പേഡൽ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന, ഡയമണ്ട് കട്ട് വീലും ഒക്കെ വരുന്ന ഒരു വാഹനം. 2016 ലാസ്റ്റ് വരുന്ന ഈ ഒരു വാഹനം 5,90,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 7 സീറ്റർ ആണ്, ഓട്ടോമാറ്റിക്. 7.5 ലക്ഷം വരെ ലോൺ ചെയ്യാം. 2.5 ലക്ഷം രൂപ നമുക്ക് 7 ലക്ഷം വരെ ലോൺ ചെയ്യാം. അത്രയും ക്വാളിറ്റി ഉള്ള വാഹനമാണ്, കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനം കേട്ടോ. ഇനി ഇതും ക്രച്ചിന്റെ ഒരു തുടങ്ങണം. അപ്പൊ ഫസ്റ്റ് ജനറേഷൻ അത് റെഡ്, നല്ല പൊളി കളറ്. നമുക്ക് ഒന്നും ചെയ്യിക്കാനില്ല, ഒന്നും ചെയ്യാല്ല. അടിപൊളി
ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസ്. ഇപ്പോൾ 1 ലക്ഷത്തിന്റെ സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് വണ്ടി നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ളത്. അത് നമുക്ക് അഡീഷണൽ ആയിട്ട് നല്ല പൊളി അലോയ്സ്, അടിപൊളി വീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി ലെതർ സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. ഒറ്റ ഓണർഷിപ്പ്, ഒരൊറ്റ റീപ്ലേസ് ഈ വണ്ടിയിലില്ല. അത്ര നമുക്ക് 100% ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. 18 മോഡൽ കറക്റ്റ് 8.5 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 18 ആണ് ഡീസൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1.4 ആയതുകൊണ്ട് മൈലേജ് 20 കിലോമീറ്റർ കൺഫേം പറയാൻ പറ്റും നമുക്ക്. അപ്പൊ ഒരു ഹാച്ച് ബാഗിന്റെ മൈലേജും കിട്ടും, അതും സിംഗിൾ ഓൺഷിപ്പിൽ. അതെ, ഡീസൽ വണ്ടി. അത് നമുക്ക് ഡുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു വാഹനം 8.5 ലക്ഷം രൂപയിൽ ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. ഒരു 700-ന്റെ ലെവലിൽ സിവിൽ സ്കോർ ഒക്കെ ഉള്ളതാണെങ്കിൽ ഒരു 90% നമുക്ക് ലോൺ ചെയ്യാം. ഒരു 85,000 രൂപയൊക്കെ അടക്കി നമുക്ക് ഇറക്കാൻ പറ്റും. 20 കിലോമീറ്റർ മൈലേജുള്ള ഡീസലാണ്. 2018 ആണ്, സിംഗിൾ ഓണറാണ്. വീണ്ടും അതിന്റെ സെക്കൻഡ് ജനറേഷൻ അല്ലേ? ഇതെങ്ങനെയായിരുന്നു? ഇത് കറക്റ്റ്. ഇതിപ്പോ നമ്മൾ പേരിലോട്ട് മാറാൻ കൊടുത്തു. ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മൾ പേരിലോട്ട് മാറും. 2018 മോഡൽ തന്നെ. ഇത് 690 ഡീസൽ ടാക്സിയിലുള്ള വാഹനം. അപ്പൊ നമുക്ക് ഒരു വരുമാനം മാർഗം ഉദ്ദേശിക്കുന്നവർക്കും നല്ലൊരു അടിപൊളി ഓപ്ഷൻ. എറണാകുളം ഊബർ ടാക്സിയിലൊക്കെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ഓടുകയാണെങ്കിൽ ഒരു മാസം ഒരു 50,000 60,000 രൂപ വണ്ടിയുടെ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു വാഹനം. അത് മൈലേജ് 20 കിലോമീറ്റർ മൈലേജ് കൺഫേം ആണ്. അതും റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ ഒന്നും വാഹനത്തിലില്ല. ടയർ കണ്ടീഷൻ 90% എല്ലാ ടയർ കണ്ടീഷനും ഓക്കെയാണ്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്. 6.25 ലക്ഷം രൂപ IDV ഉണ്ട്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഫുള്ള് ലോണിൽ, ശ്രീരാമിലാണ് ടാക്സിയിൽ ലോൺ കിട്ടുക. ഫുള്ള് ലോണിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. വെറും 9% ഇൻട്രസ്റ്റ് വരുള്ളൂ കേട്ടോ. ശ്രീരാമിലാണെങ്കിലും ടാക്സിക്ക് നിങ്ങൾക്ക് വെറും 9% ഇൻട്രസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയ വണ്ടി എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്രെറ്റൊക്കെ പുതിയത് ഇപ്പം ഇന്ന് ഇറക്കണമെങ്കിൽ ഒരു 20 ലക്ഷം 18 ലക്ഷം രൂപയ്ക്ക് കൊടുക്കണം. ഡീസൽ വണ്ടി ഇറക്കണമെങ്കിൽ തന്നെ ആ ഒരു ബേസിൽ ഒരു 6,90,000 രൂപക്ക് ഫുള്ള് ലോണിലൊരു ക്രെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. വീണ്ടും നമുക്കൊരു കിടിലം വൈറ്റില് ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? ഇത് 1.6 XX ഓപ്ഷനിൽ ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഇത് നമുക്ക് എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ വരും. ബട്ടൺ സ്റ്റാർട്ടും അലോയിലും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന. ഇതും 366. ഇതിന്റെ മിറർ ഫോൾഡിങ് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിട്ടേ സർവീസിന് കൊടുത്തേക്കുന്നതാണ്. ഈ ഒരു വാഹനമൊക്കെ മിറർ ഫോൾഡിങ് ഉള്ള വാഹനങ്ങൾ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും നമ്മൾ കൈ കൊണ്ട് അത് ഫോൾഡ് ചെയ്യരുത്. അത് അതിന്റെ കറക്റ്റ് സ്വിച്ച് നെക്കിട്ട് തന്നെ ഫോൾഡ് ചെയ്യും. അതെ, അതിന്റെ ചെറിയൊരു നമ്മളെ ഈ ടോയ് കുട്ടികൾക്കൊക്കെ കളിക്കുന്ന ടോയിൽ വരുന്ന ചെറിയൊരു മോട്ടറാണ് അതിൻ്റെ അകത്തുള്ളത്. അത് അതിന്റെ ക്ലിപ്പിൽ നിന്ന് വേറിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അത് സമയം പിടിക്കും. അപ്പൊ അത് സർവീസിന് കൊടുത്തിക്കാണ്. അത് ഇപ്പോൾ സാധനം റെഡി ആക്കിയിട്ടുണ്ട്, കൊടുന്ന് ഫിറ്റ് ചെയ്താൽ മതി. ഈ ഒരു വാഹനം നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നല്ല കംഫർട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫീച്ചർ ആണ്. അതെ, നമുക്ക് തോന്നിയ മാതിരിയായാല് നല്ല സർവീസ്. ഫോൾഡിങ് മിററുകൾ കൈകൊണ്ട് ഒരിക്കലും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. അത് അതേപോലെ തന്നെ സ്വിച്ച് നോക്കിയിട്ട് തന്നെ ഫോൾഡിങ് ചെയ്യുക. ഇത് നമുക്ക് വരുന്ന റേറ്റ് 7,25,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 2015 ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം, ഫുള്ള് ലോൺ ചെയ്യാം. നീ അതൊന്നും വേണ്ട, അതിന്റെ ഒരു കുഞ്ഞൻ മതി എന്നുണ്ടെങ്കിൽ നേരെ ഒരു അനിയന് അത് സൺറൂഫ് അടക്കം വരുന്ന വെന്യൂ. അതും DCT ടെർബോ വരുന്ന വാഹനം. ഏറ്റവും ടോപ്പ് വേരിയന്റിൽ 1000 cc ടെർബോ വരുന്ന എഞ്ചിനാണ്. നല്ല പെർഫോമൻസ് ആണ്. ഭയങ്കര നമുക്കൊരു അത്രയും ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനം. ഏറ്റവും ടോപ്പ് എൻഡ് XX ഓപ്ഷനിൽ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ്. അതെ അതെ, അത് നമുക്ക് ടർബോ ആണ്. സോ നല്ല പെർഫോമൻസും അത്യാവശ്യം 1 ലിറ്റർ ആയതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ടാവും. അത് 1000 cc വരുന്നുള്ളൂ വണ്ടി, പക്ഷെ ടിൻ ടെർബോ വരുന്ന വാഹനമാണ്. വണ്ടി നമ്മൾ കാല് കൊടുത്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പെർഫോമൻസിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ നമുക്കൊരു ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത 19 ലാസ്റ്റ് ആണ് വാഹനം. സൺറൂഫ്, സീറ്റില് നമുക്ക് വയർലെസ് ചാർജർ കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് ആൻഡ് XX ഓപ്ഷൻ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് 8,90,000 രൂപക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. 8,90,000 ഫുൾ ലോൺ. ഇതാണ് നമ്മൾ ചെറിയൊരു സെഗ്മെന്റ് കിടക്കുകയാണ്. അതെ, അതായത് ഫസ്റ്റ് തന്നെ ബലേനാണ്. ബലേനൊക്കെ ഒത്തിരി കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി വരുന്ന വാഹനമാണ്. CVT ഓട്ടോമാറ്റിക്. ഇത് ഫ്ലഡ് വെഹിക്കിൾ ആണ്. ഇത് നമുക്ക് വരുന്ന റേറ്റ് 490 വണ്ടിയുടെ റേറ്റ് വരുന്നത്. 2018 ഫ്ലഡിൽ 2000 കിലോമീറ്റർ ആയപ്പോൾ ഫ്ലഡ് ആയ വെഹിക്കിളാണ്. 32,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഇപ്പോൾ നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ടയർ 4 പുതിയതാണ്. ആൽഫ വേരിയന്റിൽ വരുമ്പോൾ ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ ഒക്കെ കമ്പനി തന്നെ വരുന്നതാണ്. ടയർ ഭാഗം 4
ഓക്കെയാണ്. ഇൻഷുറൻസ് നിലവിൽ തേർഡ് പാർട്ടി ആണ്. ലോൺ കിട്ടുന്നത് നമുക്ക് ഫസ്റ്റ് ക്ലാസ് അടച്ചു കഴിഞ്ഞാൽ 5.5 ലക്ഷം വരെ ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫുൾ ഓൺ തന്നെ ചെയ്യാൻ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അടുത്ത് i20 അല്ലേ? അതെ, Elite i20 3 വണ്ടി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഒന്ന് പെട്രോളും, ഒന്ന് ഡീസലും, ഒന്ന് CNG. ഓക്കെ, എല്ലാ ടൈപ്പ് വണ്ടികളും നമ്മുടെ ഏത് മോഡലും ആണെങ്കിലും ഡീസൽ, പെട്രോൾ, CNG ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു നമുക്ക്? ഇത് ഡീസലാണ്, 15 ആണ്. അതും സ്പോർട്സ് വരുന്ന വേരിയന്റ്. സ്പോർട്സ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും വരും. ബട്ടൺ സ്റ്റാർട്ട് മാത്രമേ ഇല്ലാത്തുണ്ടാവുള്ളൂ. ബാക്കി അലോയ്സ് അടക്കം കമ്പനി വരുന്നതാണ്. 4 ഡോർ വിൻഡോ, റിയേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന 2015 മോഡൽ 1.20 ഓടിയ i20 ഡീസൽ CRDA വരുന്ന എഞ്ചിൻ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് 4.85 കൊടുക്കാം. ഒരു 4 ലക്ഷം വരെ ലോണും ചെയ്യാം. അപ്പോൾ ചെറിയൊരു പൈസക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഞാൻ ഇതിന്റെ ഒരു ആക്റ്റീവ്, ഒരു സ്പോർട്ടി ടൈപ്പ് ക്രോസ് മോഡൽ അല്ലേ? അതെ, ഇത് 2016 ലാസ്റ്റ് മോഡൽ 4.60 കൊടുക്കുക. 90,000 കിലോമീറ്റർ. അതും ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം. ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ, ബട്ടൺ സ്റ്റാർട്ട് ഇതിൽ വരുന്നില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം കേട്ടോ. ഓക്കെ, അത് അലോയില് എല്ലാ ഓപ്ഷനും വരുന്ന, റിയർ AC വരുന്ന, ഡുവൽ എയർ ബാഗ്, ABS, ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ വരുന്ന ഒരു വാഹനം നിങ്ങൾക്ക് ഒരു 4,60,000 രൂപക്ക് ഫുള്ള് ലോണും ചെയ്യാം. നമുക്ക് ചിലപ്പോൾ ഒരു 10-50 റുപ്യ കൊടുത്തിട്ട് ഇറക്കാൻ പറ്റുള്ളൂ. കാരണം പെട്രോൾ വണ്ടിയാണ്. മൈലേജ് പ്രതീക്ഷിക്കുമ്പോൾ ഒരു 15ന്റെ ഉള്ളിൽ നോക്കിയാൽ മതി. സോ നല്ല ഫീച്ചേഴ്സും അത്യാവശ്യം നല്ല കംഫർട്ടും യാത്രാസുഖം വേറെ ലെവലാണ്. i20യുടെ യാത്രാസുഖം നിങ്ങൾക്ക് അറിയാലോ. ആ ഒരു മൈലേജിന്റെ ഒരു 15 കിലോമീറ്ററിന്റെ അകത്തുള്ള ഒരു പ്രതീക്ഷിച്ച ബാക്കിയൊക്കെ കൺഫേം ആണ്. ഡീസൽ ആണെങ്കിൽ ആ പ്രോബ്ലം ഇല്ലേനും. അതല്ലേ, ഇനി അതിന്റെ നേരെ CNGയിലോട്ട് വരാം. നമുക്ക് ഇത് നമുക്ക് മൈലേജ് പ്രോബ്ലം ഉണ്ടാവില്ല. മൈലേജ് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. കാരണം വീൽ കപ്പൊക്കെ ഒന്ന് കൊടുക്കാണ്ട്, അതിന്റെ അകത്തുണ്ട്, ഒക്കെ ഒന്ന് കൊടുക്കിയിട്ടില്ല. 2016 മോഡല് CNG ഉള്ള വാഹനം. ഇത് നമുക്ക് വെറും 4,60,000 രൂപക്ക് ഇതും കൊടുക്കാം. ഫിറ്റിംഗ്സ് ഒക്കെ ഒന്ന് ചെയ്യാണ്ട്. അപ്പൊ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. 2016 വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഉൾഭാഗവും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഈ ഒരു വാഹനം നമുക്ക് വെറും 4,60,000 രൂപക്ക് CNG ഉള്ള വാഹനം. CNG നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇത്രയും സ്പേസ് ഉള്ള CNG നല്ല അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. CNGയിലൊക്കെ നിങ്ങൾക്ക് 30 കിലോമീറ്റർ ആണ് മൈലേജ്. നമുക്ക് ഡീസലിനെക്കാട്ടി ലാഭമാണ്. ഡീസലിനേക്കാൾ ലാഭമാണ്. അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് ഉള്ള 90,000 കിലോമീറ്റർ ആണ്. 3rd ഓണർഷിപ്പാണ്. CNG ഉള്ള വാഹനം. ഈ ഒരു വാഹനം 4.60 സാധാരണ പെട്രോൾ എഞ്ചിന്റെ അതേ വിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ന്യൂ മോഡൽ വാഗണർ ZXi AGS ഓട്ടോമാറ്റിക് ടോപ്പ് വേരിയന്റ്. ഇപ്പൊ ഇതൊക്കെ സർവീസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒന്ന് പോളിഷ് 2019 ലാസ്റ്റ് 19-12 മാസം വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ZXi ബാക്ക് വൈപ്പറും ഇതൊക്കെ വരുന്ന 1.2 ലിറ്റർ AGS ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് 499 കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണിൽ ഒരു ഓട്ടോമാറ്റിക് വാഗണർ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 10-50 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. അങ്ങോട്ടും കൊണ്ടുപോകാം. 50,000 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് ടൂറുള്ള പൈസയും കൂടി നമുക്ക് ഇതിന് കിട്ടും. 1.2 ആണ്. ഒരു അപാകതയും റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗം ഒക്കെ 90% ഉണ്ട്. ഈ ഒരു വാഹനം നമുക്ക് 499 വണ്ടി കൊടുക്കാം. നമുക്ക് വീണ്ടും ഒരു ചെറുവാഹനാണ് ഇയോൺ. ഇതെങ്ങനെ നല്ലൊരു ഫാമിലി വെഹിക്കിൾ ആണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. 12 മോഡൽ വെഹിക്കിൾ, റീപ്ലേസ് ഒന്നുമില്ല. AC പവർ സ്റ്റാരിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു വാഹനം കേട്ടോ. അതും ഇറ പ്ലസ് ആണ്. AC പവർ സ്റ്റാരിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന വാഹനം. ഓക്കെ, ഇന്ത്യയിലൊക്കെ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതെ അതെ. അതേപോലെ തന്നെ നമുക്ക് ആൻഡ്രസ്റ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫീച്ചേഴ്സ് അഡീഷൻ ചെയ്തിട്ടുണ്ട്. അതെ, KL10 സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. ഇത് 1.45 കസ്റ്റമർ കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ റേറ്റിൽ കിട്ടിയാൽ നമുക്ക് കഴിഞ്ഞാൽ കസ്റ്റമർ റേറ്റിലാണ് 1.45 വണ്ടി കൊടുക്കാൻ പറ്റും. അടുത്ത ഓൾട്ടോ അന്ന് ഇന്നും മാർക്കറ്റിലുള്ള വണ്ടിയാണ്. 2008 മോഡല്. അതും 28-12 മാസം വരെ പേപ്പർ. ഉൾഭാഗവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. AC പവർ സ്റ്റാരിംഗ്, സ്പോയിലറൊക്കെ വന്നിട്ടുള്ള വാഹനം. ഈ ഒരു വാഹനം നമുക്ക് ഫൈനൽ 90,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 90,000 രൂപ. പേപ്പർ കാര്യങ്ങളൊക്കെ 28 വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസും ഈ ഒരു വർഷം ലാസ്റ്റ് 12 മാസം വരെ ഉണ്ട്. 2008 ലാസ്റ്റ് LXi വരുന്ന വാഹനം വെറും 90 രൂപക്ക്. നിങ്ങൾക്ക് ഒരു ഫാമിലി കാർ മയൊക്കെയാണ്. ഫാമിലി കാറിനൊക്കെ ബെസ്റ്റ് ചോയ്സ്. ഒരു ബുള്ളറ്റിന്റെ പൈസ കൊണ്ടുപോകാം. അതും VXi 2011 മോഡൽ VXi കേട്ടുണ്ട്.
ഉള്ളൊക്കെ എക്സ്ട്രാ ക്വാളിറ്റി, അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോ കമ്പനി വരും VXI ആവുമ്പോൾ. സെൻട്രൽ ലോക്ക് വരും. അതും കെ സീരീസ് എഞ്ചിനുമാണ്. കെ സീരീസ് എഞ്ചിനാണ്, 1000 cc. അതായത് വാഗനറിന്റെ എഞ്ചിൻ വരുന്ന പെർഫോമൻസ് ഒക്കെ അടിപൊളിയുള്ള വാഹനം. ഈ ഒരു വാഹനം നമുക്ക് 1.55 ഫിക്സഡ് പ്രൈസാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ 3rd ഓണർഷിപ്പാണ് ഇപ്പോൾ. 1,09,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. യാതൊരുവിധ ആക്സിഡന്റ് ഹിസ്റ്ററിയും ഒരു കേട്ടറിനില്ല. ഒരു 1.55 വണ്ടി കൊടുക്കാൻ പറ്റും. ലോൺ ആണെങ്കിൽ 1.5 ഉള്ളിൽ ഒരു 1.30 രൂപ ലോണും ചെയ്യാം. 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുകാറ് സുഖമായിട്ട് ഇറക്കാം. അതെ. സോ നമുക്ക് പൊതുവെ മെയിൻ്റെനൻസ് കുറവുള്ള ഒരു മോഡലാണ് അല്ലേ? അപ്പൊ അടുത്തൊരു പാർട്ടിൽ നമുക്ക് ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇനി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 പാർട്ടാക്കി ചെയ്യാലോ സമീർക്ക? അതെ, 2 പാർട്ടായിട്ട്. കാരണം ഒരുപാട് വണ്ടികൾ ഇനിയും വന്ന വണ്ടികളും വരാനുള്ള വണ്ടികളും ഷോറൂമിലുള്ള വണ്ടികളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ വീണ്ടും വാഗനർ എന്നും നമുക്ക് ജനപ്രിയ മോഡലാണ്. നല്ലൊരു ഫാമിലി കാറാണ്. എഞ്ചിന് പുതിയ മോഡൽ വരുന്ന എഞ്ചിന് 2010 ലാസ്റ്റ്. ഈ ഒരു വാഹനം 1.90 വില ഇട്ടുള്ളത്. AC പവർ സ്റ്റാരിങ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന 60,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഇന്ത്യയിലൊക്കെ പിന്നെ പ്രായമുള്ളവർക്കാണെങ്കിൽ യാത്ര ചെയ്യാനൊക്കെ നല്ല കംഫർട്ട് ഉള്ള ഒരു വാഹനം കൂടിയാണ്. അതെ. ഈ വാഗനർ ആകുമ്പോൾ ഒരു മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഡോർ സ്പേസ് കിട്ടുന്നുണ്ട്. ഹെഡ്റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇത് 1.90 വണ്ടി കൊടുക്കാൻ പറ്റും. ഒരു മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. ഈ ഒരു വണ്ടി ഇറക്കാൻ പറ്റുമോ? ഇതൊക്കെ ഒരു 30 രൂപ 50 രൂപന്റെ ഉള്ളിലുണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഞാൻ ഒരു കളർ ചേഞ്ച് കോഫി ഇതൊന്നുകൂടെ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഇറങ്ങിയ ഒരു മോഡൽ ഈ ഒരു കളറാണ്. ഇത് 16 ലാസ്റ്റ് മോഡൽ ഓട്ടോമാറ്റിക്കല് ഫുള്ള് ലോൺ, 1 രൂപ മുടക്കാതെ ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനം കൊടുക്കാൻ പറ്റും. 2016 ആണ്. 4 പുത്തൻ ടയർ ഉണ്ട്. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. ഒരു റീപ്ലേസോ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയിൽ നിങ്ങൾ ഒരു 100 രൂപ ചെലവാക്കാനില്ല. എണ്ണ അടിച്ചാൽ മാത്രം പോവുകയും ചെയ്യാം. ഓട്ടോമാറ്റിക് ആണ്. അതും നല്ല അടിപൊളി സീറ്റ് കവർ, 4 പുത്തൻ ടയർ, ഫുൾ കമ്പനി സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി ഫാൻസി നമ്പറുള്ള വാഹനം. സിബിലും ബാങ്കിങ്ങും ഉണ്ടെങ്കിൽ 1 രൂപയും വേണ്ട വണ്ടി കൊണ്ടുപോയിക്കോളി. എത്ര രൂപയ്ക്ക് ഇറക്കാം? 3,99,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക് കൊടുക്കാൻ പറ്റും. അതെ. 5 കൊല്ലത്തെ ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. 2010 മോഡൽ, AC പവർ സ്റ്റാരിങ്, 4 ഡോർ ഇല്ല, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന കെ സീരീസിൽ എഞ്ചിന് വരുന്ന വാഹനം. അതും 2nd ഓണർഷിപ്പാണ്. നിലവിൽ 1.14 ഓടിയിട്ടുള്ളത്. വേറെ ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വാഹനം 5 കൊല്ലത്തെ പേപ്പർ ടാക്സ് പുതിയ എടുത്തിട്ടുണ്ട്. ഇനി ടെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് എടുക്കാൻ ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ടെസ്റ്റിൻ്റെ കാര്യമില്ല. ടാക്സും കാര്യങ്ങളൊക്കെ അടച്ച് വാഹനം നമുക്ക് വെറും 1.95 കൊടുക്കാൻ പറ്റും. അതിൽ 1.95 1.40 ലോണും ചെയ്യാം. 19 രൂപ സുഖമായിട്ട് ഇറക്കാൻ പറ്റും. അടുത്തൊരു റെഡിഗോ അല്ല? റെഡിഗോ നല്ല കിഡ്ലം ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. 24,000 കിലോമീറ്റർ ഓടിയ 2018 ലാസ്റ്റ് വരുന്ന റെഡിഗോ. ഈ ഒരു വാഹനം 2.90 നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ ചെയ്യാം. ഈ വണ്ടിക്ക് ഫുൾ ലോൺ പറ്റില്ല. ഒരു 50 രൂപ മുടക്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്തൊരു ടിയാഗോ ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക്കില് ഏറ്റവും ടോപ്പ് വേരിയന്റ് XZA പ്ലസ് വരുന്ന വാഹനമാണ്. 90,000 കിലോമീറ്റർ, 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ 4 ഒരു 90% ടയർ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. 4 ലക്ഷം രൂപ IDV ഉണ്ട്. ഏറ്റവും ടോപ്പ് വേരിയന്റ്, ഒരു റീപ്ലേസും അപാകത ഇല്ലാത്ത ഒരു വാഹനം നമുക്ക് 4 ലക്ഷം രൂപ കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിൽ ഓട്ടോമാറ്റിക്. സിയാസ് ഡീസൽ, അതും ഹൈബ്രിഡ്, സ്മാർട്ട് ഹൈബ്രിഡ്. നല്ല മൈലേജ് അടിപൊളി മൈലേജ് കിട്ടുന്ന ഒരു വാഹനം നമുക്ക് ഇത് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കുക. 5,90,000 രൂപ 16 ഫുൾ VDI ഓപ്ഷൻ വരുന്ന ഈ ഒരു വാഹനം ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കുക. ഈ ഒരു വാഹനം നമുക്ക് 26-25 കിലോമീറ്ററിന് അടുത്ത് മൈലേജ് കിട്ടും. സ്മാർട്ട് ഹൈബ്രിഡ് ഡെയിലി യൂസിന് നല്ല മൈലേജിന്റെ ഒരു വണ്ടി നോക്കുന്നവർക്ക് ഒരു കിട്ടുന്ന ഓപ്ഷൻ ആണ്. അടുത്ത നമുക്കൊരു Volkswagen വെൻഡോ ഹൈലൈന് 2nd ഓണർഷിപ്പ്. 1 ലക്ഷം കറക്റ്റ് 1,02,000 കിലോമീറ്ററിൽ താഴെ ഓടിയിട്ടുള്ളൂ. 14 ലാസ്റ്റ് മോഡല്. 3.85 നമുക്ക് വണ്ടി കൊടുക്കാം. ഏകദേശം ഒരു 3.85 ലോണ് കിട്ടും. ഒരു 2 വർഷത്തേക്കൊക്കെ ഈ ഒരു വാഹനം ഫുൾ ലോൺ കിട്ടുള്ളൂ. ഇനി ലോണ് കൂടുതൽ കിട്ടും, പക്ഷെ 4 വർഷം 5 വർഷമൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ടിങ് എമൗണ്ട് കുറച്ച് കുറയും. അപ്പോൾ 2014 ഹൈലൈന് വേറെ ഒരു അപാകത റീപ്ലേസ് ഇല്ലാത്ത ഈ വാഹനം നമുക്ക് ഫുള്ള് ലോണും ചെയ്യാം 2 വർഷത്തേക്ക്.
കൂടുതൽ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ഡൗൺ പേയ്മെന്റ് അടക്കണം. ഹൈലൈൻ ആണ് അത്, എല്ലാ ഓപ്ഷനും വർക്കിംഗ്, എയർ ബാഗ്, ABS, അലോയ് കാര്യങ്ങളൊക്കെ വരുന്ന 4 അടിപൊളി വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വാഹനം 385 കൊടുക്കാം. 385 ഫുൾ ഓൺ വരെ കിട്ടൂല. അതെ അതെ. ഇനി ഡിസയർ ഇല്ല, അതെ, ഡീസൽ വണ്ടി അല്ല, ഡീസൽ വണ്ടി 2014 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്. അതും സെക്കൻഡ് ആണ്, ഇതും സെക്കൻഡ് ആണ്. ഇതിപ്പോ നമ്മുടെ പേരിലോട്ട് മാറിയതാണ്, വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. 1.5 ഓടിയിട്ടുണ്ട്, ഡീസലാണ്. ഈ ഒരു വാഹനം 385, ഇതിനും 385 ഉള്ളൂ. ഫുൾ ഓൺ ചെയ്യാം. ടയർ കുറവുണ്ട്, ആ ടയർ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ടയർ കുറവുള്ള ടയർ സ്വിഫ്റ്റ് ഡീസൽ പാർക്ക് ആൻഡ് സെയിൽ വാഹനമാണ്. കിലോമീറ്റർ എന്തായാലും 80,000 കിലോമീറ്റർ നമുക്ക് തന്നെ തോന്നും ഇത് ജെനുവിൻ ആവൂല. 2011-12 രജിസ്റ്റർ 11 ZDI വരുന്ന വാഹനം. എന്തായാലും കിലോമീറ്റർ ജെനുവിൻ അല്ല. 3rd ഓണർഷിപ്പോ 4th ഓണർഷിപ്പോ ആണ് നിലവിൽ. ZDI ആണ്. ടയർ 4 പുതിയതുണ്ട്. വേറെ ഈ ബോണ്ട് റീപ്ലേസ്മെന്റ്, ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഈ ഒരു വാഹനം നമുക്ക് 285 കൊടുക്കാം. പുതിയ മോഡൽ വരുന്ന എഞ്ചിന് വരുന്ന ഒരു സ്വിഫ്റ്റ്, നമുക്ക് ഫേസ് ലിഫ്റ്റ് ഒക്കെ വരുന്ന വാഹനം 2,85,000 രൂപ. ഏറ്റവും ഫുൾ ലോഡ് ഡീസൽ വണ്ടി, ഒരു 1.5-1.25 വരെ ലോണും കിട്ടും. അടുത്ത തവണ വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് തന്നെ അല്ലേ? സ്വിഫ്റ്റ് 14 അല്ല 15 ലാസ്റ്റ് മോഡൽ വരുന്നതാണ്. അന്ന് നമുക്ക് മൈലേജ് കൂടുതലൊക്കെ കിട്ടുന്ന ഒരു മോഡൽ. അതെ അതെ. ഇത് പെട്രോൾ ആണ് കേട്ടോ, VXI ആണ്. പെട്രോൾ ആണെങ്കിൽ 17-18 മൈലേജ് കിട്ടും. അതെ കിട്ടും. ഇത് അപ്ഡേഷൻ എഞ്ചിൻ ആയിരുന്നു ശരിക്കും. അതെ, VXI ആണ്. 1.14 ആണ് ഓടിയിട്ടുള്ളത്. ഉള്ളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. 2015 വരുന്ന ഈ ഒരു വാഹനം നമുക്ക് 3,65,000 രൂപ കൊടുക്കാം. 365 ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണും ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിഫ്റ്റ്. നിലവിൽ കസ്റ്റമർ വെഹിക്കിൾ ആയതുകൊണ്ട് ഇതിന് ലോൺ ഉണ്ട്. 3.30 അത്ര ലോൺ ക്ലോസ് ചെയ്യാണ്ട് കസ്റ്റമർക്ക്. അപ്പോൾ ആ ഒരു ശ്രീരാമിലാണ് ലോൺ ഉള്ളത്. അതേ ഇൻട്രസ്റ്റ് നമുക്ക് അവിടെ തന്നെ മാറ്റി ചേഞ്ച് ചെയ്തെടുക്കാനും പറ്റും. അതൊരു കിഡ് എങ്ങനെയായിരുന്നു? ഇത് 17 ഓട്ടോമാറ്റിക് മറ്റേ 1 ലിറ്റർ വരുന്ന 1000 cc വരുന്ന എഞ്ചിനാണ്. കിഡ് ഓട്ടോമാറ്റിക് നമുക്ക് ഒരു 3.25 ലക്ഷം രൂപ കൊടുക്കാം. അതും 1000 cc, സെക്കൻഡ് ഓണർ, 50,000 കിലോമീറ്റർ, 4 പുത്തൻ ടയറുള്ള വാഹനം, പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ചെറുവാഹനം നമുക്ക് ഫുൾ ഓണിൽ ഓട്ടോമാറ്റിക് അല്ലേ ഫ്രണ്ട്സ്? അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട്. സോ നമുക്ക് ഈ ഒരു പാട്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ലൊക്കേഷൻ മറക്കണം, മലപ്പുറം ജില്ലയിൽ വണ്ടൂരിൽ നിന്ന് നമുക്ക് ഊട്ടി റോഡ്, അതായത് പെരിന്തൽമണ്ണ റൂട്ടിലാണ് നമ്മൾ RB മോട്ടോഴ്സ് സ്ഥിതി ചെയ്യുന്നത്. സോ ലൊക്കേഷൻ കാര്യങ്ങൾ ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പാർട്ടിന് വെയിറ്റ് ചെയ്തോളൂ. നല്ല കിടിലൻ കളക്ഷൻസ് ഉണ്ട്. സോ നമുക്ക് മാക്സിമം ഫുൾ ലോണും ക്യാഷ് ബാക്കും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ട്രാക്ക് ഉണ്ട്, വാഹനം വാങ്ങാനുള്ള ആഗ്രഹമുണ്ട്, EMI എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വണ്ടിയായിട്ട് ഇവിടുന്ന് പോകാന്നുള്ളതാണ് സമീർക്ക് തരുന്ന ഗ്യാരണ്ടി. അത് നമുക്ക് നല്ല അടിപൊളി വാഹനം ഓഫർ റേറ്റിന് ഇപ്പൊ നമുക്ക് എല്ലാ വാഹനത്തിനും സ്പെഷ്യൽ ഓഫർ റേറ്റ്. കാരണം ഒരുപാട് കളക്ഷനുകൾ ഇപ്പൊ ഈ വിഷു ആയിട്ടും ഇതൊക്കെ ആയിട്ട് ഒരുപാട് എക്സ്ചേഞ്ച് വണ്ടികളൊക്കെ നമ്മളെ കയ്യിൽ കയറിയിട്ടുണ്ട്. ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഓഫർ റേറ്റിന് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. സോ ഇത് നമുക്ക് മിസ്സാക്കേണ്ട ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം എന്താ ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന ഒരു വീഡിയോ കാണാം. റിയാസ് ആൻഡ് സമീർ സൈനിങ് ഓഫ്.